എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്കാണ്. അപ്പോൾ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് മറയൂരിൽ നിന്ന് കോവിൽക്കടവ് പോകുന്ന വഴി ആണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പോൾ കോവിൽക്കടവിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു മുനിയറയുടെയൊക്കെ. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇടത്ത് തിരിഞ്ഞ് വേണം ഈ വാട്ടർഫാൾസിലേക്ക് വരാൻ. അങ്ങോട്ടൊക്കെ ഓഫ് റോഡ് സഫാരിയൊക്കെ ഉണ്ട്, ജീപ്പ് സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വേണേലും വരാം. കോവിൽക്കടവെന്ന് ഈ മുനിയറ വരാതെ ടൗണിൽ നിന്ന് തന്നെ കയറി വരാം. അപ്പോൾ ഈ വഴി ഞങ്ങൾ വന്നപ്പോൾ മുനിയറയൊക്കെ കണ്ട് കാഴ്ചകളും കണ്ട് ഇവിടെ നേരെ കോവിൽക്കടവിലേക്ക് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ അടിയിൽ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. ഇങ്ങനെ മഴത്തുള്ളികൾ പെയ്യുന്ന പോലെയാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നത്. അതാണ് ഈ വിനോദസഞ്ചാരികൾ ഇത്രയ്ക്കും അട്രാക്ഷനായിട്ട് ഇവിടെ എല്ലാവരും വന്ന് കാണുന്നതൊക്കെ. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളും ഭംഗികളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ നേരെ ഇനി പോകണം. അപ്പോൾ ഞങ്ങൾ പോണ വഴിയാണ് കേട്ടോ അത്. ഈ നേരെ പോണത് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്കാണ്. ഇതാണ് ആ വാട്ടർഫാൾസ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ആദ്യം നിങ്ങൾ കണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ കയറ്റിയിട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഈ സ്ഥലം ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും, ഒരു നഷ്ടവുമില്ല. ഒരുപാടുണ്ട് കേട്ടോ മറയൂരിൽ കാണാൻ ഈ സ്ഥലങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ ചാനലിൽ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോകളാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബിലെ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ കാണുമെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ലൈക്കും ഒരു ചെറിയ എന്തെങ്കിലും ഒരു കമൻറ്റും ഒക്കെ ഇട്ട് തന്നെ എന്നാൽ ഫേസ്ബുക്ക് നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. യൂട്യൂബ് എങ്ങനെ ചെയ്താലും നമുക്ക് വീഡിയോ കാണുന്നതിനനുസരിച്ച് യൂട്യൂബ് നമുക്ക് പ്രൊമോട്ട് ചെയ്ത് തരത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് ചെറിയ ചെറിയ റവന്യൂ കിട്ടുന്നുള്ളൂ. അതിനനുസരിച്ച് നമ്മുടെ വീഡിയോകളെല്ലാം ചെറിയ വീഡിയോസാണ്. എല്ലാവരും ഞങ്ങൾ ചെറിയ ചെറിയ കാഴ്ചകളുമാണ്, മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ ഇടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിത് കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ പോകുന്നത് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുമ്പോൾ നേരെ തന്നെ പോയാൽ മതി. നേരെ കോവിൽക്കടവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മളിനി രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചപ്പോൾ. ഇവിടെ നിന്ന് മറയൂരിൽ നിന്ന് ഇനി മൂന്നാർ വരെ അത്യാവശ്യം നല്ല 2 മണിക്കൂർ യാത്ര ഉണ്ട്. കാരണം ചെറിയ വഴിയുമാണ്. ഈ പോണ വഴിയല്ല കേട്ടോ മറയൂര്. നേരെ നമ്മളിപ്പോൾ കോവിൽക്കടവിലേക്കാണ് പോകുന്നത്. താഴത്തോടെ ഒരു 6 ഒഴുകുന്നുണ്ട്. കോവിൽക്കടവിലൂടെ പോകുന്ന ഒരു 6ആണ് താഴത്തോടെ പോകുന്നത്. നേരെ തമിഴ്നാട് ഭാഗത്തേക്കാണ് 6 ഒഴുകി പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മൂന്നാറിൽ നിന്ന് അത്യാവശ്യം വലിയ വീതിയൊന്നും ഉണ്ടാവില്ല. വഴി നിങ്ങൾക്ക് കണ്ടല്ലോ, നേരത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ആ വഴി എങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇച്ചിരി നേരത്തെ ഇറങ്ങിയാലാണ് 2 മണിക്കൂർ കാറിന് തന്നെ എടുക്കും യാത്ര. കാരണം വഴി നല്ലതാണ്, പക്ഷെ വീതിയും വളവുകളും കൂടുതലാണ്. കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെയൊക്കെ വണ്ടി ഓടിച്ചു പോയാലേ ശരിയാവുള്ളൂ. അപ്പം അങ്ങ് പോണ വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനിയും ഉണ്ട് വീഡിയോ. മൂന്നാറിലേക്ക് വരുന്നതും മറയൂരിലേക്ക് വരുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അത് ഓരോ ആഴ്ചയിൽ ഒരു വീഡിയോ ഇടുന്നുള്ളൂ, അതിനുള്ള സമയമേ കിട്ടുന്നുള്ളൂ. നിങ്ങളെല്ലാവരും കണ്ട് എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ നാട്ടിലെ എൻ്റെ ഇടുക്കി ജില്ലയിലെ എല്ലാ കാഴ്ചകളും, പിന്നെ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ അവിടുത്തെ നിങ്ങൾ കാണാത്ത കാഴ്ചകളും എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കണ്ട് ഇന്ന് ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം കണ്ടന്റുകളാണ് എൻ്റെ ചാനലിലൂടെ ഇഷ്ടപ്പെടുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും വിലയേറിയതാണ്. എല്ലാ കമൻറ്റുകൾക്കും ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പോയതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എന്ത് സംശയം വേണേലും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് ചോദിച്ചാൽ യൂട്യൂബിനെ കുറിച്ചോ ഈ നാടിനെ കുറിച്ചോ എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം. എവിടെ വേണേലും കൊണ്ടുപോകാം, സ്ഥലങ്ങളെല്ലാം പറഞ്ഞു തരാം. ഒന്നും ചോദിക്കണ്ട. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ എവിടെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്താലും ഞാൻ അതിന് മറുപടി ചെയ്യാം. അപ്പം അങ്ങനെ നമ്മൾ മറയൂരും കഴിഞ്ഞ് മറയൂർ ചന്ദനക്കാട്ടിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇത് ആണ് വഴിയുടെ വീതി ഉള്ളൂ. അപ്പോൾ ഈ വഴിയിലൂടെ അത്യാവശ്യം പോകാം. ഇനി കുറച്ച് കഴിയുമ്പം നമ്മൾ വഴിയുടെ വീതി ഇത് തന്നെയാവും, പക്ഷേ ഭയങ്കര എഡ്ജായിരിക്കും. റോഡിൻ്റെ സൈഡ് തമ്മിൽ ഒരുപാട് എഡ്ജായിരിക്കും. അപ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര പാടായതുകൊണ്ടാണ് ഒരു
യാത്ര സുഖം തോന്നാത്തത്. പക്ഷെ നല്ല സ്ഥലം കേട്ടോ, കാണാൻ നല്ല കൃഷിയൊക്കെയും ചന്ദനങ്ങളായാലും നല്ല രസമുള്ള സ്ഥലങ്ങളാണ് കാണാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ ബൈ.